ഹലോ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. പലപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നാൽ പല ആളുകൾക്കും പല സംശയങ്ങളും ഉണ്ടാകും. പല കാര്യങ്ങളും അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്ന ചില തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടും പരീക്ഷാ ഭവൻ നമുക്ക് തരുന്ന വലിയ നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കിത് ശരിക്കും നോട്ട് ചെയ്താൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. പരീക്ഷാ ഭവൻ്റെ പ്രധാനപ്പെട്ട 2 വെബ്സൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് catet.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റും പിന്നെ pareekshavavan.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റും ഉണ്ട്. ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ പ്രോസ്പെക്ട്സ് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലാണ്ടെയോ നിങ്ങൾ നോക്കിയിട്ട് കൃത്യമായി പഠിക്കണം. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷകർ എന്ത് ചെയ്യണം, നിർബന്ധമായി സമർപ്പിക്കുന്നതിന് മുമ്പ് കർശനമായും പ്രോസ്പെക്ട്സ് വായിച്ച് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സാധാരണ ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വലിയൊരു തെറ്റുകൾ പല രീതിയിലും സംഭവിക്കാറുണ്ട്. ഇപ്പം നമ്മൾ അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ സ്വന്തമായിട്ടോ ഒക്കെയാണ് അപേക്ഷകൾ കൊടുക്കാറുള്ളത്. ഇതിൽ ചില വലിയ അബദ്ധങ്ങൾ വരും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ കാറ്റഗറി 3ക്കും 4-നൊക്കെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അഥവാ അവരുടെ എക്സാമിനേഷനിൽ അവർക്ക് ഇംഗ്ലീഷ് എഴുതാം, മലയാളം എഴുതാം. അപ്പോൾ ചില ആളുകൾ ഒരാവേശത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ മലയാളം കൊടുക്കും, ചില സമയത്ത് ഇംഗ്ലീഷ് കൊടുക്കും. പിന്നെ ആയിരിക്കും എക്സാം എഴുതുന്ന സമയത്ത് എന്താപ്പം എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് പറയുന്ന വലിയൊരു പ്രയാസം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസ്പെക്ട്സ് നോക്കിയിട്ട് കൃത്യമായിട്ട് എന്ത് കൊടുക്കണം, എങ്ങനെ അപേക്ഷിക്കണം, അപേക്ഷിക്കുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എൻ്റെ യോഗ്യത എന്തൊക്കെയാണെന്ന് ബോധ്യപ്പെടുക. ഇത് പ്രോസ്പെക്ട്സിൽ കൃത്യമായിട്ട് കേരള പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് കാണാം. കേട്ടന് കൃത്യമായി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് പറയുന്നത്, നിങ്ങളിത് വായിക്കാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഒരു സംഗതികളെ കൃത്യമായി മനസ്സിലാക്കരുത്, അപ്ലിക്കേഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം അപേക്ഷൻ്റെ ഫീസാണ്. അപേക്ഷൻ്റെ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപേക്ഷൻ്റെ ഫീസ് എന്ന് പറയുന്നത് 500 രൂപീസാണ്. പക്ഷേ 2-3 വിഭാഗം ആളുകൾക്ക് അത് ചെറിയൊരു ഇളവ് നമുക്കുണ്ട്. പട്ടികവർഗ വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കൊക്കെ 250 രൂപ മതി ഫീസ്. അപ്പോൾ ആ ഫീസിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ കൊടുക്കുന്നത് അതിൻ്റെ എല്ലാ ഡാറ്റാസും അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും വായിച്ചതിന് ശേഷം മാത്രം കൺഫേം കൊടുക്കുക. ഇത് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സ്ക്രീനിൽ കാണുന്നത് പ്രോസ്പെക്ട്സിൻ്റെ 3-ാമത്തെ പേജാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജ് ആയതുകൊണ്ടാണ് ആ പേജിൽ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം പലപ്പോഴും ഇതിൻ്റെ അജ്ഞത കാരണം വലിയ അബദ്ധങ്ങൾ ഉണ്ടാകുകയും പരീക്ഷയെ ബാധിക്കുകയും എക്സാമിനേഷന് പോകാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ പലപ്പോഴും പല കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ട് അത് വായിച്ചതിന് ശേഷം മാത്രം കൺഫേം ചെയ്യുക. ഇതിൽ തന്നെ പറയുന്നുണ്ട് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ മാത്രം മതി. ഇവിടെ ഓൺലൈനിൽ തന്നെ അപേക്ഷ കൊടുത്താൽ തന്നെ മതി. പ്രത്യേകിച്ച് നമുക്കിതിൻ്റെ പ്രിൻ്റ് അയച്ചു കൊടുക്കേണ്ട കാര്യം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈനിലാണ് കംപ്ലീറ്റ്ലി നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്, ഫീസ് അടയ്ക്കുന്നതെല്ലാം. എന്നാലും വളരെ പ്രധാനമായും അറിയേണ്ട കാര്യം, ഇതിൽ അയക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്, പ്രധാനമായിട്ട് ഒന്നും അയക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ, അതിൻ്റെ PDF ആയിട്ട് നിങ്ങളുടെ കയ്യിൽ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പുറമെ പ്രിൻ്റ് ഔട്ട് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കണം. കാരണം നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് പലപ്പോഴും ഇത് മിസ്സായി ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നത് വളരെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശരി, നമുക്കിനി പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൻ്റെ ഡേറ്റുകളിലേക്ക് നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കുകയും നോട്ട് ചെയ്യുകയും ചെയ്യണം. ഇനി നമുക്ക് ഡേറ്റിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടറ്റ് പരീക്ഷ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യവസ്ഥാപിതമായ പരീക്ഷയ്ക്ക് തീയതി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ വളരെ പ്രധാനമായും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത്, അപേക്ഷ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി എന്ന് പറയുന്നത് 25/10/2022 ആണ്. 25-ാം തീയതി മുതൽ നിങ്ങൾക്ക് അപേക്ഷ
അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പല രൂപത്തിൽ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഈ സെൻറ്ററുകളിലോ അക്ഷയ സെൻറ്ററുകളിലോ പോയിട്ട് അപേക്ഷ കൊടുക്കാം. ഈ ഡേറ്റ് നിങ്ങൾ മറക്കരുത്. 25-ാം തീയതി മുതൽ തന്നെ നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ തയ്യാറാവുന്നതാണ്. ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് 7-ാം തീയതിയാണ്. 7/11/2022 അപ്പോൾ പലപ്പോഴും ചില ആളുകൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 25 ആയിട്ടല്ലേ ഉള്ളൂ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് അവസാന സമയത്ത് എല്ലാവരും കൂടി അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നൊരു പ്രശ്നം, പലപ്പോഴും വെബ്സൈറ്റ് ജാം ആവുകയും അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 25-ാം തീയതി കഴിഞ്ഞ് 25, 26, 27 ഒരു 30-ാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട. ഡേറ്റ് നിങ്ങൾ റിമൈൻഡ് ചെയ്യണം, നിങ്ങളത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഫൈനൽ പ്രിൻ്റ് എടുക്കാൻ നിങ്ങൾക്ക് 8-ാം തീയതി വരെ ഒരു ഡേറ്റ് ഉണ്ട്. പക്ഷേ അത് 7-ാം തീയതി അപേക്ഷ കൊടുത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ 8-ാം തീയതി പ്രിൻ്റ് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവസാനത്തേക്കൊന്നും ഒരിക്കലും നിങ്ങൾ അപേക്ഷനെ കാണരുതെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. ദെൻ വളരെ കൃത്യമായിട്ടുള്ള അടുത്ത ഒരു സംഗതി എന്ന് പറയുന്നത് 21-ാം തീയതിയാണ് വെബ്സൈറ്റിൽ നമുക്ക് നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരിക, നമ്മുടെ ഹാൾ ടിക്കറ്റ് വരിക. വെബ്സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുത്തിട്ട് വളരെയധികം സൂക്ഷിക്കും വേണം. ഞാനത് ഹാൾ ടിക്കറ്റിൻ്റെ കേസ് ഒന്നുകൂടി ഗൗരവത്തിൽ പറയാൻ കാരണം, പലപ്പോഴും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് പോകുന്ന സമയത്ത് അതിൻ്റെ ഒറിജിനൽ ഹാൾ ടിക്കറ്റ് തന്നെ വേണം. അപ്പോൾ നിങ്ങളത് പ്രിൻ്റ് എടുത്താൽ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലാവും. അതിനനുസരിച്ച് പ്ലാൻ ചെയ്താൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. പ്രിൻ്റ് എടുക്കുക. പ്രിൻറ്റിൻ്റെ പുറമെ തന്നെ നിങ്ങളതിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ വേറെ വെക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ പ്രിൻ്റ് എടുക്കുക എന്നുള്ളത്, ഈ ഡേറ്റ് നിങ്ങൾ ഓർത്തെടുക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച സംഭവമാണ് ഡേറ്റിൻ്റെ കാര്യം. ഡേറ്റ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമായും 2 ദിവസമാണ്. 26-ഉം 27. നവംബർ 26-ഉം 27 പരീക്ഷ നടക്കാനുള്ള തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാറ്റഗറി 1കാർക്ക് അവർക്ക് 26-ാം തീയതി ശനിയാഴ്ച രാവിലത്തെ ഷിഫ്റ്റിലും, കാറ്റഗറി 2കാർക്ക് ഉച്ചക്കത്തെ ഷിഫ്റ്റിലാണ്. രാവിലത്തെ എക്സാം നടക്കുന്നത് 10 മണി മുതൽ 12:30 വരെയാണ്. 2.5 മണിക്കൂറാണ് പരീക്ഷ ഉള്ളത്. നിങ്ങൾക്കറിയാലോ. ഇത് ഹാൾ ടിക്കറ്റിൽ കൃത്യമായി അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഡേറ്റ് സമയം ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അതേപോലെ തന്നെ കാറ്റഗറി 2കാർക്ക് 2 മണി മുതൽ 4:30 വരെയാണ്. ഞായറാഴ്ച 27-ാം തീയതി 3കാർക്ക് രാവിലത്തെ ഷിഫ്റ്റും, അതേപോലെ തന്നെ 4കാർക്ക് ഞായറാഴ്ച തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള 2 മണി മുതൽ 4:30 വരെയുള്ള ഷിഫ്റ്റാണ്. നിലവിൽ 2.5 മണിക്കൂറാണ് പരീക്ഷ. 2.5 മണിക്കൂറാണ് പൂർണ്ണമായും പരീക്ഷ ഉള്ളത്. നിലവിൽ ഈ ഡേറ്റിൽ മാറ്റങ്ങളൊന്നും ഇല്ല എങ്കിൽ ഈ ഡേറ്റ് നടക്കും. വളരെ കുറച്ച് ദിവസങ്ങളും, ഏറിയാൽ ഒരു മാസം കഷ്ടിച്ച്, ഒരു മാസവും കുറച്ച് ദിവസങ്ങളും മാത്രമേ ഉള്ളൂ. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു മാസം മാത്രമേ ഉള്ളൂ നമുക്കുള്ളത്. അപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ വലിയ സ്വപ്നമായ നമ്മുടെ അധ്യാപക മേഖലയിലെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, കേട്ടിട്ടില്ലാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ അധ്യാപക കരിയറിൽ പിടിച്ചു നിൽക്കാൻ വരെ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്യുക. ഈ പ്രോസ്പെക്ട്സിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ, ഒരു മാസം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് കേട്ടിട്ട് നേടാൻ പറ്റും. വളരെ സുഖകരമായി നേടാൻ പറ്റും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേട്ടറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണെങ്കിലും സമയബന്ധിതമായി, വളരെ സിസ്റ്റമാറ്റിക്കലായി, വളരെ കൃത്യമായിട്ടുള്ള അജണ്ട വെച്ചുകൊണ്ട് പഠിക്കാൻ തയ്യാറായ സമയം, ഓരോ മണിക്കൂറുകൾ അതിന് മാറ്റിവെച്ച് ഒരു വളരെ ക്രിയേറ്റീവായിട്ട്, അല്ലെങ്കിൽ നല്ല സമയബന്ധിതമായി പഠിക്കാൻ തയ്യാറായി കേട്ടിട്ട് എന്തായാലും ഈ മാസത്തിനുള്ളിൽ തന്നെ, ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ തയ്യാറാണ്. അതിനുവേണ്ടിയുള്ള പഠനങ്ങൾ നമ്മൾ തയ്യാറാണ്. എഡ്ഫിൽ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പഠന സ്ട്രാറ്റജിയോട് കൂടിയിട്ട്, ഇപ്പോൾ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ടെസ്റ്റുകളും നിങ്ങൾക്ക് സമയത്തിനുള്ളിൽ തന്നെ കാണാൻ പറ്റിയ രൂപത്തിൽ, ഓരോ ക്ലാസ് കഴിഞ്ഞാൽ ടെസ്റ്റുകളൊക്കെ രൂപത്തിലുള്ള ഒരു വലിയ സംവിധാനം നമുക്കുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറയാം. ഒരു മാസം ഒരു 8 ദിവസം കൊണ്ട് തന്നെ നമുക്ക് യോഗ്യത നേടാൻ പറ്റും. നിങ്ങൾ എഡ്ഫിൽ ലേണിംഗ് ആപ്പിൻ്റെ കാര്യങ്ങൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുകയാണ്. എന്തായാലും എനിവേ, കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ വന്നു എന്ന സ്ഥിതിക്ക് നിങ്ങളുടെ പഠനവും നിങ്ങളുടെ ചിന്തയുമെല്ലാം ഇനി പൂർണ്ണമായിട്ടും കേട്ടറ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്ന പദ്ധതിയിലേക്ക്, സ്വപ്ന എക്സാമിലേക്ക് നിങ്ങൾ നിൽക്കാം. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം, നമുക്ക് ഒരുമിച്ച് നേടാം. കേട്ടറ്റ് നമ്മൾ നേടിയിരിക്കും. ഓൾ ദ ബെസ്റ്റ്.